ബസ് വരുന്നുണ്ടേ. കല്യാണ പണി അപ്പം ഞാനെന്തായാലും ഇങ്ങോട്ട് പോന്നു. അവർ കൊച്ചോളാൻ പറഞ്ഞു. നേരം വൈകിയില്ല. അപ്പോൾ വേറൊരു താത്ത ഉണ്ടായിരുന്നു, അവർ പോയി. അപ്പം ഞാനെന്തായാലും കുറച്ച് കൂടുതൽ പണി ഉണ്ടായിരുന്നു. വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇറച്ചി നമുക്ക് മേടിക്കേണ്ട മക്കളെ, ഇറച്ചിയൊക്കെ നമുക്ക് പിന്നെ മേടിക്കാം. അപ്പോൾ കട ഉണ്ട്, വാടക കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു ഇതല്ലേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉള്ളിയും തക്കാളിയും മാറ്റല്ലേ. അപ്പോൾ മക്കൾ പറയുകയാണ് എന്നും ഈ ഉള്ളിയും തക്കാളിയും മാറ്റി തിന്നിട്ട് മടുത്തു തോന്നും. അപ്പം ഞാൻ പറയുന്ന മുരിങ്ങയുടെ ഇലുണ്ട്, മുരിങ്ങയുടെ ഇല വെച്ചോട്ടൊക്കെ നല്ല നിറയും മുരിങ്ങ ഇതൊക്കെ പൊടിച്ചിട്ട് ചാറിച്ചൂടെ. പണ്ട് കാലങ്ങളിൽ അങ്ങനെ തന്നെയല്ലേ, മുരിങ്ങ താളിക്കും, അതിൽ പച്ചമുളകും കീറിയിടും, എന്നിട്ടായിരുന്നു. ഇന്നല്ലേ ഇപ്പോൾ ഇറച്ചി മീനൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ 1 കിലോ ഇറച്ചി കഴിക്കും, 1 കിലോ നെയ്ച്ചോറിൻ്റെ അരി മേടിച്ച് വെക്കും. അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് അപ്പം ഇന്നെ കൊണ്ട് ഞാൻ തെണ്ടിച്ചിട്ട് ഇവരെ പഠിപ്പും വാടക കൊടുത്തില്ല. എന്നിട്ട് ഇപ്പോൾ വാടക കൊടുത്തില്ല. 3-5 മാസം വാടക, അടുത്ത മാസമായി 6 മാസമായി. പക്ഷെ അവരൊരു നല്ല മനസ്സുള്ള ആൾക്കാരാകൊണ്ട് അത് വെച്ച് മക്കൾക്ക് കൊടുക്കേണ്ടതാണ്. എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് അവർ ഈ മാസം എന്തെങ്കിലും വാടക കൊടുക്കും. 10-300 വീട്ടു പണിക്കോ എല്ലാ പണിക്കും ജോലിക്ക് പോകും, പണിക്ക് പോകും. അച്ചാറ് കൊണ്ടുപോകും, അച്ചാറിന് ഇപ്പോൾ ഓർഡറില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇറച്ചും കൂടി മേടിക്കണം. അപ്പോൾ എളുപ്പം ഉള്ളിയും തക്കാളി അത് വാക്കുക. മറിയേ എങ്ങനെയുണ്ട് കുട്ടറ പനി? അതെ, ഞാൻ പറയുകയാണ് ഇന്നൊരു കല്യാണ പണി കിട്ടിയേ. അപ്പോൾ അതിന് പോയിട്ട് വരിക. അപ്പോൾ ഇവർ 1 കിലോ ഇറച്ചി മേടിക്കാൻ പറയുകയാണേ. അപ്പോൾ ഈ ഇറച്ചി പറഞ്ഞാൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ 1 കിലോ മേടിക്കുക. വാടക കൊടുത്തില്ല, കാര്യങ്ങളൊക്കെ ഈ 10-300 കിട്ടിയോണ്ട് ചിലവ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ മേടിക്കുക, തിന്നുകയൊക്കെ ചെയ്യാം. അപ്പോൾ സ്വയം ഞാൻ കുട്ടികളോട് പറയുന്നത് എന്താ വെച്ചാൽ ഇറച്ചി മീനും ഒഴിവാക്കുക, ബാക്കി പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക. ഇപ്പം തൽക്കാലം ഉള്ളിയും തക്കാളിയും വാട്ടുക എന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അല്ലാത്തൊരു ഇടങ്ങറിൽ പെട്ടു. പണത്തൊക്കെ അറിയാലോ, 3-5 മാസം വാടക കൊടുക്കാനായിട്ട് പാവ അവർ ഒന്നും പറഞ്ഞില്ലേക്ക് മക്കൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം പറഞ്ഞേ ഇപ്പോൾ വന്നായിരുന്നോ പറഞ്ഞു. അപ്പം ഈ മാസം എങ്ങനെയെങ്കിലും അത് എന്തിന് ചെയ്തിട്ടെങ്കിലും എങ്ങനെയെങ്കിലും കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാണ് ഇറച്ചി മീനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ തിന്നതാണ്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇറച്ചി മീനും തിന്നണമെന്ന് തോന്നുകയാണെങ്കിൽ മുന്നിലേക്ക് നടന്ന് പോകുമ്പോൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറയുക ഞാൻ. കാരണം ഞാൻ അനുഭവിച്ച മുന്നിലേക്ക്. അപ്പോൾ അവർ ചിന്തിക്കുക അതെന്താ അങ്ങനെ പറയുന്നത് ചുമ്മാന്ന്. പിന്നിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ റോഡിൻ്റെ അരിയിൽ കുറേ മാനസികമായിട്ടുള്ളവരും തമിഴന്മാരും മാനസികമായിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കാനും. ഈ ഇപ്പം എന്തിനാ പറയുന്നത്, ഈ റോഡിലൊരു ചങ്ങായി കിടക്കുന്നുണ്ട്, അത് കുറേ അങ്ങോട്ടും നടക്കും, കുറേ ഇങ്ങോട്ടും നടക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുക അതിനെപ്പറ്റി. നമ്മളിതൊക്കെ നമ്മളെക്കൊണ്ട് ആൾക്കാർ കൂലിപ്പണി എടുത്തിട്ടായാലും നല്ല നല്ല സാധനങ്ങൾ കഴിക്കും. ആവശ്യങ്ങൾ എന്താ കഴിക്കും, ആരുടെ കൈനയിലും കിട്ടിച്ചാൽ വല്ല ഒരു തുള്ളി വെള്ളം കിട്ടും. എപ്പോഴും ഞാനത് ചിന്തിക്കും. അത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എന്നാൽ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ ആഡംബരത്തോടു കൂടെ ജീവിക്കും. പാവപ്പെട്ടവനിക്ക് പാവപ്പെട്ടവൻ്റെ ഇത് പണക്കാരനിക്ക് എന്തുണ്ടായിട്ടെന്താ. പണക്കാരായാലും നേരെ പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എത്ര വീട്ടിൽ പണിക്ക് പോകേണ്ടതിൻ്റെ കുട്ടിയായി. എന്നിട്ട് അവരുടെ വീട്ടിൽ കണ്ടാൽ ഞാൻ വേണ്ട പറയും. മട്ടനും ബീഫും ചിക്കനും എല്ലാം ഉണ്ടാവും. എനിക്കത് കണ്ട ചൂടുള്ള കഞ്ഞിയുടെ ഓർമ്മ വരും. ചമ്മന്തി എനിക്കതേ പറ്റുള്ളൂ. ഞാൻ ബിരിയാണിക്ക് എത്ര കാലം മുന്നേ കഴിക്കലെന്ന് നിർത്തിയതാണ്. പക്ഷെ അത് പറ്റില്ല, അത് തിന്നൊരു മയക്കം വരുന്നു. അപ്പം ഞാൻ ഇവരോട് പറയുന്നത് എന്താണെന്നറിയാം, വല്ല പച്ചക്കറി അല്ലെങ്കിൽ മുരിങ്ങ താളിച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി അരച്ചിട്ട് അതൊക്കെ പറയുമ്പോൾ നല്ല രസമാണ് അതിനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് പോകുമ്പോഴേ പഠിച്ചോളും. പണം ഈ വെയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരെ ചിന്തിക്കുക. ഇവരതിനെ ഇവിടുന്ന് കാണാനാ, ഇവിടുന്ന് ബസ് കയറിയാൽ സ്കൂളിൽ പോകുക, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുക. ഇവർ കാണുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും ഇതിന് കയ്യില്ലാത്തവരും കാലില്ലാത്തവരും കടന്നു നിരക്കുന്നവരും ചെന്നിട്ട് ആവശ്യങ്ങൾക്ക് ഈ വായും ഉമ്മ തെറ്റ മക്കൾ തന്നെയുണ്ടോ. വായും ചെറിയ ഈ നല്ല സാധനങ്ങളൊക്കെ അവർ തിന്ന് ജീവിച്ചവരാണ്. ഓരോ സാഹചര്യത്തിൽ അങ്ങനെ ആയി പോവുക.
ഞാനത് എപ്പോഴും ചിന്തിക്കും അറിയാം. ഞാൻ സത്യാവസ്ഥ പറയും. എനിക്ക് കരച്ചിലും വരും ബസ്സിൽ സങ്കടം പോയി ചെറുപ്പക്കാരാൻ ഉണ്ടാവുക. ആ 10-ാം തീയതി പാക്കത്തെ ബസ്സോട് പോകുമ്പോൾ ബസ്സിൻ്റെ നടുവിൽ കൂടെ ഒരു തലയമ്പിൽ ഇരുന്നിട്ട് നല്ല ചെറുപ്പക്കാരൻ ചെറുപ്പം ഇതൊക്കെ നെല്ലും ഇങ്ങോട്ട് പൊട്ടും കയ്യാക്കിയിട്ട്. എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ കൈ ഇതേപോലെ കൊഞ്ചിച്ച് വളർത്തി 10 മാസം ചുമന്ന് പ്രസവിച്ചാൽ 10 മാസമൊന്നുമില്ല, 9 മാസം 9 ദിനായോ 9 ദിവസമാണ് പറഞ്ഞേക്കണം. അത് നമ്മൾ ചിന്തിക്കില്ല 10 മാസം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവളോട് പറയാനേ ഇറച്ചി മീനൊക്കെ പിന്നെ കഴിക്കാം, പാടെ കൊടുക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കുറച്ചും കാട്ടി തരട്ടെ. ഞാനല്ലേ കഷ്ടപ്പെടാനുള്ളൂ, കഷ്ടപ്പെടന്നെ നീ അങ്ങോട്ട് കാട്ടിക്കോളുക കളി സത്യം പറയട്ടെ. ഈ ഉള്ളിയും തക്കാളിൻ്റെ കൊഞ്ഞി തുളഞ്ഞോളും. ഏറ്റവും ഇഷ്ടം കേട്ടോ ഉള്ളിയും തക്കാളി. എന്നാൽ അതേ സ്ഥാനത്ത് മുരിങ്ങ താളിക്കാന്ന് ചോദിച്ചാൽ നല്ല ഇഷ്ടാട്ടോ. മുരിങ്ങ പച്ചമുളക് കയറി അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്രത്യേക മണമുണ്ടാവും അങ്ങനെ. അപ്പം ഞാൻ പറയും ഇന്നിപ്പോൾ ഒരു കല്യാണപ്പണി കിട്ടി. അപ്പോൾ അപ്പോൾ അത് കല്യാണപ്പണി കിട്ടിയ കുറച്ച് പൈസ കിട്ടും. വേറെ ഉണ്ടായിരുന്നു ഒരു താത്ത, അപ്പം അതിന് പോയിട്ട് വരിക. അങ്ങനെയൊക്കെ നാളെ കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ഓർക്കരുത്. പാവപ്പെട്ടവൻ പറഞ്ഞാൽ കയ്യും കാലില്ലാണ്ട് കടന്നു കഴിയുന്ന ആൾക്കാരെ നമ്മൾ ചിന്തിക്കണം. അവരുടെ വായി നമ്മുടെ വായി ഒരേപോലെ, അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ഇറച്ചിക്കും ബിരിയാണിക്കും ഒന്നും പോതി വരില്ല. മനസ്സിലായോ? അത് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഇരിക്കണുണ്ടില്ലേ, പരീക്ഷയാണ്, 6000 ഉറുപ്പ്യ കോളേജിൽ കെട്ടാക്കിയാണ് എൻ്റെ കുട്ടി. അവനതാ നല്ല പഠിക്കണ കുട്ടിയാണ് പറഞ്ഞ് ഡയറി എഴുതി കൊടുക്കണം. ഇത്രയും ഇതിൽ നല്ല പഠിച്ച കുട്ടിയാണ് നാശിക്കിനെ, അത് കെട്ടാക്കാതെ ആ സങ്കടം ഞാൻ ആരോട് പറയും? അപ്പോൾ ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറയും ചീത്തറിയല്ല, മക്കളാണ് വാപ്പല്ലാത്ത മക്കളാണ്, അവർക്ക് ഒരു ചിന്ത ഉണ്ടാവും. കാരണം എന്താണെന്നറിയാം, എന്താ അത് എന്നും ഈ പച്ചക്കറിയുടെ വെള്ളമാണെന്നുള്ളത്. അപ്പോൾ അവരങ്ങനെ പഠിക്കണം പറയാൻ ഞാൻ അവിടെ നിന്ന് പറയാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഓളോട് ഇങ്ങനെ പറഞ്ഞിട്ട് വരിക, അത് പഠിക്കും നിങ്ങൾ ഉള്ളപ്പോൾ നല്ല വാങ്ങി കൊടുക്കാമല്ലോ. ഫസ്റ്റ് ഞാൻ വാടക കൊടുക്കട്ടെ, നിലനിൽപ്പില്ലല്ലോ ഞമ്മക്ക്, എവിടേക്ക് ഇറങ്ങി പോകും, അത് കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇറച്ചിയോ മീനോ എന്തെങ്കിലും അങ്ങനെയൊക്കെ. എന്നിട്ട് എന്താ ഡോക്ടർ പറഞ്ഞു? ആ ഏത് ഡോക്ടർ എടുത്താ കൊണ്ടുപോയത്? അതെ, ഞാൻ നോക്കാം 100 റുപ്യ ഫീസ് എടുക്കുള്ളൂ. ഒരു 100 റുപ്യ മരുന്നിന് ഒരു പൊട്ട് കൊടുത്താൽ മതി, അപ്പോൾ മാറും. സജീവ് ഡോക്ടറെ വാണിയംകുളത്തെ അത് പറയാൻ കൊണ്ടുപോയത് അറിഞ്ഞില്ല. ഗവൺമെൻറ് ആശുപത്രിയിലെ മരുന്ന് നന്നെല്ലാം രാവിലെ ഉണ്ടേ, രാവിലെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ഉണ്ട്, രാവിലെ ഉണ്ട്, രാവിലെ ഉച്ച വരെ ഉണ്ട്.